ഹായ് കൂട്ടുകാരെ, ചില ജോലിക്കാരുടെ മണ്ടത്തരങ്ങൾ കാണുമ്പോൾ എങ്ങനെ ചിരിക്കാതിരിക്കും? എങ്ങനെയെങ്കിലും ജോലി തീർത്ത് വീട്ടിൽ പോകണം, ആ ഒരു ചിന്ത മാത്രമേ ഇവർക്കുള്ളൂ എന്ന് തോന്നുന്നു. ഇവിടെ ഒരാൾ കെട്ടിടത്തിൻ്റെ കോൺക്രീറ്റ് പൊട്ടിക്കുകയാണ്. ഒരു ചെറിയ പീസ് പൊട്ടിയത് എടുക്കാൻ പോയതേ ഓർമ്മയുള്ളൂ. ഇനി പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലാം, സ്റ്റെപ്പ് പോലും ഇറങ്ങണ്ട, ആള് താഴെ എത്തിയിട്ടുണ്ട്. രണ്ട് ബ്രില്യൻ്റായ ജോലിക്കാരുടെ പണി കണ്ടു നോക്കൂ. ഒരാൾ മെറ്റൽ വാരി ഉന്തുവണ്ടിയിലിടുന്നു, മറ്റേയാൾ ആ മെറ്റലെടുത്ത് അവിടെ തന്നെ നിരത്തുന്നു. ഒരാൾക്കുള്ള പണിയേ ഉള്ളൂ, എന്നാൽ ഒരാൾ വെറുതെ നിന്ന് എങ്ങനെയാണ് കൂലി മേടിക്കുന്നേ? ഓഹ്, എന്തൊരു ആത്മാർത്ഥത! വർക്കിനിടയിൽ മറിഞ്ഞു വീണ ഒരു ചെറിയ JCB ഒരു വലിയ കിറ്റാച്ചി വന്ന് ഉയർത്തുന്നതാണ് കാണുന്നത്. ഇതുവരെ എല്ലാം ഓക്കെയാണ്. നേരെ നിന്ന് കണ്ടതേ ഓർമ്മയുള്ളൂ. ഇനി താഴെ തോട്ട് ചെന്ന് തൂത്തുവാരി എടുത്താൽ മതി. മരത്തിൻ്റെ കൊമ്പ് പെട്ടെന്ന് മുറിച്ച് പണി തീർത്ത ചേട്ടൻ്റെ ബ്രില്യൻസ് നോക്കൂ. കൊമ്പിൽ കയറിയിരുന്ന് ആ കൊമ്പ് മുറിക്കും. അതാണ് ചേട്ടൻ്റെ ഒരു രീതി. വേഗം മരത്തിൻ്റെ കൊമ്പ് മുറിച്ച് താഴേക്കിറങ്ങാം. ഇനി മരത്തിലൂടെ ഇറങ്ങാനൊക്കെ ഒരുപാട് സമയമെടുക്കും. ഇതാവുമ്പോൾ പെട്ടെന്ന് താഴെയെത്തും, ചിലപ്പോൾ മുകളിലും. ഈ നടക്കുന്ന വർക്ക് കണ്ട് ഞാൻ ഒരുപാട് ചിരിച്ചുട്ടാ. പിന്നെ ചിന്തിച്ചു, എന്താണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? ആ JCB ഡ്രൈവറിൻ്റെ മാനസികാവസ്ഥ എന്താണ്? കൂട്ടുകാരെ, ആ മണ്ണ് കോരിയിടുന്നത് ഒരു കൊട്ടയ്ക്കകത്തല്ല, ഇതൊരു JCBയുടെ കൈയാണ്. ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്കറിയില്ല. എന്നിട്ട് ആ മണ്ണ് കൊണ്ടുവന്ന് ആ നോക്ക്, എവിടെ ഇടുന്നതെന്ന് കണ്ടോ? ഇതൊക്കെ എന്താണ് സുഹൃത്തുക്കളെ? ഇതൊക്കെയാണ് വർക്ക്. വെറും ഒരു മിനിറ്റ് കൊണ്ട് ആ മണ്ണ് ഫുള്ളവിടെ JCB കൊണ്ട് നിരത്താം. എന്നാൽ കൂടെ നിൽക്കുന്നവനും ജോലി ചെയ്തോട്ടെ, അവനും പൈസ കിട്ടിക്കോട്ടെ. ആ JCBക്കാരൻ്റെ മനസ്സ് ആരും കാണാതെ പോകരുത്, ചിരിക്കരുത്. എന്തോ സമരം നടക്കാൻ തോന്നുന്നു. പോലീസുകാർ ജലപീരങ്കിയൊക്കെ അടിക്കുന്നുണ്ട്. അതോ ഇവർ കുളിക്കുകയാണ്? ഇത് എന്താണ്? ഇവർ പാർക്കിലാണോ? എന്തൊക്കെയോ നടക്കുന്നുണ്ട് കേട്ടോ. അതോ ട്രെയിനിങ് ആണോന്നും അറിയില്ല. ആ പൈപ്പ് പിടിച്ചു നിർത്താൻ അവരെന്ത് കഷ്ടപ്പാടാണ് പെടുന്നത്. അത് കയ്യിലൊന്നും നിൽക്കുന്നില്ല കേട്ടോ. അത് വെച്ചൊരടി കിട്ടിയാൽ തീർന്ന് പരിപാടി. അടുത്ത കെട്ടിടം പൊളിക്കലാണ് കാണാൻ പോകുന്നത്. അതിൻ്റെ മുകളിൽ കയറി നിന്ന് അതിൻ്റെ കൂടെ തന്നെ താഴേക്ക് വീണ് കമ്പി കൊണ്ട് നിക്കർ കീറണം, എന്നാലേ ഒരു സമാധാനമുള്ളൂ. മുറ്റത്ത് പുല്ലെല്ലാം വളർന്നു, എല്ലാം ഒന്ന് വെട്ടി ക്ലീനാക്കണം. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, മിഷൻ അങ്ങ് ഓണാക്കി. പിന്നെ എന്താണ് നടന്നത് ഒന്നും ഓർമ്മയില്ല. വെടി പുക മാത്രം. കണ്ണ് തുറന്നു നോക്കുമ്പോൾ ആളതാ റോട്ടിൽ കിടക്കുന്നു. ശിവനെ, ഇതേത് ജില്ല? റോഡിലൊരു വണ്ടി മറിഞ്ഞാൽ എന്താ ചെയ്യുക? സ്വാഭാവികമായും അത് പൊക്കിയെടുത്ത് നേരെ വെക്കും. അതൊക്കെ ഒരു സഹായമല്ലേ? എന്നാൽ ഇവിടെ സംഭവിച്ചത് മറ്റൊന്നാണ്. അങ്ങോട്ട് മറിഞ്ഞു കിടന്ന വണ്ടി എടുത്ത് നിവർത്തിയതേ ഓർമ്മയുള്ളൂ. വണ്ടി അതാ ഇങ്ങോട്ട് മറിഞ്ഞു. ആദ്യത്തെ മറിച്ചിലിൽ വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചില്ലായിരുന്നു. എന്നാൽ എല്ലാവരുടെയും സഹായം കൊണ്ട് രണ്ടാമത്തെ മറിച്ചിലിൽ വണ്ടി പൊളിച്ച് അടുക്കിയിട്ടുണ്ട്.